വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. മധ്യവേനൽ അവധി എത്തിയതോടെ വീണ്ടും മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലകൾ സഞ്ചാരികളാൽ സജീവമായി. മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതാണ് പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലായി നിലനിൽക്കുന്ന ഇടങ്ങളിലൊന്നാണ് മാങ്കുളം. ഈ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പ് മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വനം വകുപ്പിന്റെ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വനാതിർത്തികളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ഈ മേഖലയിൽ വന്യജീവികളുടെ സാന്നിധ്യമുണ്ടായാൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ പറഞ്ഞു. കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള 10 മിഷനുകളുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനായിട്ട്. അതിൽ ഉള്ള ഒരു മിഷനാണ് മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ മാങ്കുളം ഡിവിഷൻ്റെ കീഴിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ AI ക്യാമറകൾ സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടുള്ള AI ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കിംസ് ഹെൽത്ത് കെയറിന്റെ CSR ധനസഹായത്തോടെയും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. പദ്ധതിയുടെ ട്രയൽ റൺ വിജയിച്ചതായും വനം വകുപ്പ് അറിയിച്ചു. ജനവാസ മേഖലയ്ക്കരികെ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചാൽ ജനവാസ മേഖലയിലേക്ക് എത്തും മുമ്പേ അവയെ വനത്തിലേക്ക് തുരത്താൻ സഹായകരമാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ മാങ്കുളം. മധ്യവേനൽ അവധി എത്തിയതോടെ വീണ്ടും മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലകൾ സഞ്ചാരികളാൽ സജീവമായി. കഴിഞ്ഞ 2 മാസക്കാലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. സഞ്ചാരികളുടെ തിരക്ക് 2 മാസക്കാലത്തേക്ക് തുടർന്നേക്കുമെന്നാണ് പ്രതീക്ഷ. വിദ്യാലയങ്ങൾ അടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും സഞ്ചാരികളാൽ സജീവമായി. അയൽ ജില്ലകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് പുറമെ കേരളത്തിന് പുറത്തുനിന്നും സഞ്ചാരികൾ ധാരാളമായി ഹൈറേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. പകൽച്ചൂടുണ്ടെങ്കിലും രാത്രികാലങ്ങളിലും പുലർച്ചെയുമുള്ള തണുപ്പ് ഹൈറേഞ്ചിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. വേനൽ മഴ പെയ്തതോടെ മലയോരം വീണ്ടും പച്ചപ്പ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു. നമുക്ക് ഈ മാസം അത്യാവശ്യം വണ്ടികളും വരുന്നുണ്ട്, ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഈ മാസം അടുത്ത മാസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ആൾക്കാർ വരികയും സ്ഥലങ്ങൾ വന്ന് കണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ഥലമൊക്കെ നല്ല സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്കളവും മാട്ടുപ്പെട്ടിയും അടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇരവികുളം ദേശീയോദ്യാനത്തിലേക്കടക്കം സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി. കഴിഞ്ഞ 2 മാസക്കാലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. സഞ്ചാരികളുടെ തിരക്ക് 2 മാസക്കാലത്തേക്ക് തുടർന്നേക്കുമെന്നാണ് പ്രതീക്ഷ. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാരികളും ഹോം സ്റ്റേ റിസോർട്ട് നടത്തിപ്പുകാരും സഞ്ചാരികളുടെ തിരക്കേറുന്നതിനെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സിറ്റി വിഷൻ മൂന്നാർ. മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മറയൂർ പെരടിപ്പള്ളം സ്വദേശി മുനിയസ്വാമിയാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അബദ്ധത്തിൽ ഒറ്റയാന്റെ മുമ്പിൽപ്പെട്ട മുനിയസ്വാമിയെ ആന ആക്രമിക്കുകയായിരുന്നു. മറയൂർ മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല. പെരടിപ്പള്ള സ്വദേശി മുനിയസ്വാമിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റതാണ് ഒടുവിലത്തെ സംഭവം. മകളുടെ വീട്ടിൽ നിന്നും പാമ്പൻപാറയിലെ പണിസ്ഥലത്തേക്ക് പോയ മുനിയസ്വാമി അബദ്ധത്തിൽ ഒറ്റയാന്റെ മുന്നിൽ പെടുകയായിരുന്നു. മകളുടെ വീട്ടിലേക്ക് മകളെ നോക്കിയിട്ട് റൂമിലേക്ക് പോകുമ്പോൾ നേരിട്ട് മുട്ടി അടുത്തെടുത്ത് വേലിയുടെ അപ്പുറത്ത് വരുന്നു. തുടർന്ന് മുനിയസ്വാമിയെ ഒറ്റയാൻ തുമ്പിക്കൈക്ക് ചുഴറ്റിയെറിഞ്ഞു. സംഭവശേഷം സമീപവാസികൾ വനം വകുപ്പിനെ വിവരം അറിയിച്ചു.
തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന മുനിയസ്വാമിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുനിയസ്വാമിയുടെ തലയ്ക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ചിന്നാർ വനമേഖലയിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. 2 ദിവസങ്ങളിലായി രാജാക്കാട് നടന്ന CPI രാജാക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. ഷിനു MA സെക്രട്ടറിയും TS ബാബുവിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. 2 ദിവസങ്ങളിലായി രാജാക്കാട് നടന്ന CPI രാജാക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. രാജാക്കാട് നടന്ന പ്രകടനവും പൊതുസമ്മേളനവും CPI സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ പ്രിൻസ് മാത്യു, CU ജോയി, KC ആലീസ്, KJ ജോയ്സ്, PS അനിൽ, PT മുരുകൻ, ഷിനു MA എന്നിവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന പാർട്ടിയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരനെയും പാവപ്പെട്ടവന്റെയും കൃഷിക്കാരന്റെയും ശബ്ദമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഈ തരമുള്ള ഘടക സമ്മേളനങ്ങളെല്ലാം നല്ല പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏലം കർഷകരോടുള്ള സ്പൈസസ് ബോർഡിന്റെ അവഗണന അവസാനിപ്പിക്കുക, വന്യജീവി അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുക, രാജാക്കാട് CHCയിലെ പോരായ്മകൾ അവസാനിപ്പിക്കുക, ലഹരി വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നും സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ലിസി മാത്യു, KM ജെയിംസ്, KE യോഹന്നാൻ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് നിയന്ത്രിച്ചത്. ഷിനു MA സെക്രട്ടറിയായും TS ബാബുവിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി തിരഞ്ഞെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. മേട്ടുപ്പാളയം ഒട്ടൻതുറൈ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന P സെൽവകുമാറാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇക്കഴിഞ്ഞ മാർച്ച് 14 രാത്രിയിലാണ് മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിൽ M മാടസ്വാമിയെ പ്രതി ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ പ്രതി മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. മേട്ടുപ്പാളയം പോലീസിന്റെ സഹകരണത്തോടെയാണ് മൂന്നാർ പോലീസ് 52കാരനെ പ്രതിയെ പിടികൂടിയത്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാർച്ച് മാസം 14 തീയതി മൂന്നാർ മുരുകൻ കോവിൽ രാത്രി മോഷണം നടക്കുകയും മോഷണം തടയാനായിട്ട് ശ്രമിച്ച അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ അടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു കേസ് മൂന്നാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം നടത്തി ഇന്നലെ ഈ കേസിലെ പ്രതി സെൽവകുമാറിനെ തമിഴ്നാട് മേട്ടുപ്പാളയത്തു നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 60ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള സ്ഥിരം മോഷണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു വരുന്ന ആളാണ് സെൽവകുമാർ. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അന്നു തന്നെ ഇയാൾ കോളനിയിലെ ചില വീടുകളിലും അമ്പലത്തിന് സമീപമുള്ള വീടുകളിലും മോഷണം നടത്തിയിരുന്നു. SHO രാജൻ K അരമന, SI അജേഷ് K ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സിറ്റി വിഷൻ മൂന്നാർ. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ.
ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 94469 66421. വേനൽമഴ ലഭിച്ചതോടെ ഹൈറേഞ്ചിൽ ചക്ക മൂപ്പത്തി തുടങ്ങി. പുറംതൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗയോഗ്യമെങ്കിലും കേരളം പ്രതിവർഷം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്കയെന്നാണ് കണക്ക്. വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക പാഴാകുന്നത് അജ്ഞത മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഓരോ മഴക്കാലത്തും ചക്ക മൂപ്പത്തി പഴുത്ത് നിലത്തു വീണ് ചീഞ്ഞു പോകുന്ന കാഴ്ച ഹൈറേഞ്ചുകാർക്ക് സുപരിചിതമാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂപ്പത്തി വരുന്ന ചക്ക വിലക്കെടുക്കാൻ ഹൈറേഞ്ചിലേക്ക് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നതിലും അധികം ചക്ക ഓരോ മഴക്കാലത്തും ഉപയോഗിക്കാതെ വെറുതെ നശിച്ചു പോകുന്നുണ്ട്. പുറന്തൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗയോഗ്യമെങ്കിലും കേരളം പ്രതിവർഷം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്കയെന്നാണ് കണക്ക്. അതേസമയം തമിഴ്നാട് ചക്ക വിഭവങ്ങൾ കേരളത്തിലേക്കുൾപ്പെടെ കയറ്റി അയച്ച് സമ്പാദിക്കുന്നത് കോടികളാണ്. ചക്കയിൽ വരിക്ക ഇനത്തിന് മാത്രമാണ് ഡിമാൻഡ്. മറ്റുള്ളവ പ്ലാവിൻ ചുവട്ടിൽ പഴുത്തു വീണ അഴുകി നശിക്കുന്നു. ചിപ്സും മറ്റുമുണ്ടാക്കി പണമാക്കേണ്ട ചക്കയാണ് ഇങ്ങനെ കളയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാവ് കൃഷി ചെയ്യുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇപ്പോൾ ചക്കയുടെ സീസൺ ആരംഭിച്ചിരിക്കുന്നു. ചക്ക കോടാനുകോടി ചക്ക ഇവിടെ ഒരു മഴ ആരംഭിക്കുന്നതോടെ ഇത് ചീഞ്ഞു ചാടി പോവുകയാണ്. കർഷകന് അർഹമായ വില കിട്ടുന്നില്ല. ഇത് നേരിയങ്കലം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പട്ടണങ്ങളിലേക്കും അതുപോലെ ബാംഗ്ലൂർ, രാജസ്ഥാനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചക്കയ്ക്ക് 1000 രൂപ മേലെ വില ലഭിക്കുന്നുണ്ട്. പക്ഷേ കർഷകന് ഇവിടെ അർഹമായ വില ലഭിക്കുന്നില്ല. അപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ഫാക്ടറി ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തായി തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകന് പറമ്പിൽ തന്നെ നല്ലൊരു വില ലഭിക്കുന്നതാണ്. പച്ചച്ചക്ക നന്നാക്കിയെടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം. ചിപ്സ് യൂണിറ്റുകൾ പോലും ചക്ക നന്നാക്കാൻ ആളെ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ചിപ്സ് വരുത്തി പായ്ക്ക് ചെയ്താണ് വിൽപ്പന നടത്തുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്നു ചക്ക. അവിയലായും പുഴുക്കായും പഴമായും എല്ലാ വീട്ടിലും തിളങ്ങി നിന്ന ചക്കയെ പുതുതലമുറ പക്ഷേ കൈവിട്ടു. ചക്ക നല്ലൊരു ഔഷധവുമാണ്. പ്രമേഹ രോഗികൾ പച്ചച്ചക്ക കഴിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടും. ചക്കമുള്ള ഉണക്കി തിളപ്പിച്ച് ദാഹശമനിയാക്കുന്നവരുമുണ്ട്.
വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു. സിറ്റി വിഷൻ, അടിമാലി. കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയിൽ വിവിധ മേഖലകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് CWSA ഭാരവാഹികൾ അറിയിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നതെന്നും നാളെ രാവിലെ 10 മണിക്ക് കട്ടപ്പന, തൊടുപുഴ, നെടുങ്കണ്ടം, അടിമാലി, ചെറുതോണി തുടങ്ങിയ മേഖലകളിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ബിൽഡിംഗ് പണി, മറ്റ് പൊതുമരാമത്ത് വകുപ്പ്, അങ്ങനെ നിരവധിയായ നിർമ്മാണ മേഖലകളെല്ലാം സ്തംഭനാവസ്ഥയിലാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ധാരാളം പാറയും പാറ ഉൽപ്പന്നങ്ങളും നമുക്ക് യഥേഷ്ടം. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ S. സജീവ്, KS. അജി, PK. ജയദേവ്, TN. സജിമോൻ, രഞ്ജിത്ത് മഞ്ഞപ്രയിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവന്താനം വില്ലേജ് ഓഫീസ് പടിക്കൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തുടർഭരണം നടത്തുന്ന തൊഴിലാളി വർഗ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിന് മേൽ ശമ്പളം ലഭിക്കുന്നതിനായി സമരം ചെയ്യേണ്ട അവസ്ഥയാണ് വിവിധ തൊഴിൽ മേഖലയെന്നും നേതാക്കൾ ധർണയിൽ പറഞ്ഞു. നിർധനരായ രാജ്യത്തെ ജനങ്ങളുടെ ഉപജീവനത്തിനായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രൂപീകരിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയെ അട്ടിമറിക്കുന്ന നയമാണ് ഇന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കാലാകാലങ്ങളായി തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തുച്ഛവേതനം മാത്രമാണ് ലഭിച്ചു വരുന്നത്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കവേ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം 697 രൂപയെ വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യുക, ഇടിമിന്നലിൽ പരിക്കേറ്റ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവന്താനം വില്ലേജ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖ് ധർണയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി VC ജോസഫ് സ്വാഗതം ആശംസിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി ജോൺ P. തോമസ്, KK ജനാർദ്ദനൻ കൊക്കയാർ, മണ്ഡലം പ്രസിഡന്റ് KL ദാനിയേൽ, കോൺഗ്രസ് പെരുവന്താനം മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസി ജോസഫ്, ഷീബ ബിനോയ്, ബ്ലോക്ക് മെമ്പർ KR വിജയൻ, KN രാമദാസ്, ജോയി മാങ്കൂട്ടം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അലൈസ് വാരിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. മധ്യവേനൽ അവധി എത്തിയതോടെ വീണ്ടും മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലകൾ സഞ്ചാരികളാൽ സജീവമായി. മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും.
ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.